തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. അവിടെ അക്കു മാധു നന്ദും റൂമിൽ സമ്മേളിക്കുക. എന്തായി ഇന്നലെ പോയ കാര്യം എന്തായി? എല്ലാത്തിനും പലഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ മുങ്ങിയത്. ഞങ്ങൾ ഇന്നലെ ഫംഗ്ഷൻ മുന്നേ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു കേട്ടോ. നിന്റെ ആദ്യേട്ടനും റയാൻ ബ്രോയും അത്ര വലിയ പുള്ളിയാളന്മാരൊന്നല്ല. കവളൊന്ന് തിരുമ്മിക്കൊണ്ട് റീമ പറഞ്ഞതും ബാക്കി 3 കാര്യം മനസ്സിലാവാതെ ഇരിപ്പുണ്ട്. അങ്ങനെ ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞു കൊടുത്തു. എന്നാലും നിങ്ങൾ അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു. അതെ, പാവങ്ങൾ ചിലപ്പോൾ അവർക്കൊന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ടല്ലോ അത് സിദ്ധാർത്ഥിൻ്റെ പ്രൊപ്പോസൽ കൊണ്ടുവന്നത്. നീ ഇത് ആരോടായി പറയുന്നത്? ഒന്നും അറിയില്ല പോലും. അതിന് സാധ്യത ഇല്ലാതില്ലല്ലോ. നീ മിണ്ടരുത്. നീ ഇനി വായ തുറന്നാലേ ഞാനെടുത്ത് വല്ല തൊട്ടിയിലും കൊണ്ടിടും. ദേ കൊച്ചേ, നിന്റെ മനസ്സിലെന്താണെന്ന് നീ തന്നെ പറ. അതാണ് ബെറ്റർ. അതാ നിന്റെ ഇഷ്ടമല്ല ഏറ്റവും പ്രധാനം. നിനക്കിഷ്ടമില്ലെന്ന് തുറന്നു പറഞ്ഞാൽ പ്രോബ്ലം സോൾവ്. ഞാൻ പറയാം. ഏട്ടന്മാർ വരട്ടെ. ദേ അവർ വരുന്നുണ്ട്. ചെന്ന് പറ. എങ്ങാനും അടി വീഴുന്ന തോന്നിയാൽ അപ്പം കരഞ്ഞേക്കണം കേട്ടോ. ഞാനത് പറഞ്ഞാലും എല്ലാം കൂടി എന്നെ കലിപ്പിലേക്ക് ഉൾക്കൊള്ളാൻ പോയി. ഞാനൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തതല്ലേ. ഓൾ ദി ബെസ്റ്റ് കുഞ്ഞാ. ത്രിമൂർത്തീസ് നടന്ന് റൂമിൻ്റെ മുന്നിലെത്തിയതും 5 കൂടി അവരുടെ മുന്നിലേക്ക് ഒരൊറ്റ തള്ളായിരുന്നു നന്ദുവിനെ. പെട്ടെന്നുള്ള വരവ് കണ്ട് ദേവനും കാശിയൊന്ന് ഞെട്ടി പിന്നോട്ട് നീങ്ങി. റയാനാണേ വേൻ ചെന്ന് നന്ദുവിനെ വീയാണ്ട് പിടിച്ചു നിർത്തി. ബെസ്റ്റ് ആങ്ങളമാർ. നന്ദു എവിടുന്ന ഇങ്ങനെ ലാൻഡായി എന്നറിയാൻ ത്രിമൂർത്തീസ് ചുറ്റി നോക്കിയതും ബാക്കി 5 വേഗം തൂണിന് മറവിലേക്ക് നിന്നു. പക്ഷെ എന്ത് ചെയ്യാം, 5 പേരുടെ നീയൽ നല്ല അന്തസ്സായി പുറത്ത് കാണാം. അതോടെ ത്രിമൂർത്തീസിന് കാര്യം പിടികിട്ടി. എനിക്കൊരു കാര്യം വരാനുണ്ട്. നന്ദു പറഞ്ഞു തുടങ്ങിയതും ഒളിച്ചു നിൽക്കുന്ന 5 പതിയെ ഒന്നിനു പുറകെ ഒന്നായി തല മാത്രം വെളിയിലേക്ക് ഇട്ടതു. നോക്കണ്ട, എക്സ്പ്രഷൻ സഹിതം കാണാനാ. എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്ക് കല്യാണം വേണ്ട ഏട്ടാ, പ്ലീസ്. എനിക്ക് പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ് ഏട്ടന്മാർ എങ്ങനെയെങ്കിലും എൻഗേജ്മെൻ്റ് ഒന്ന് നിർത്ത്. പറഞ്ഞു തുടങ്ങിയതും പാവം നന്ദു കരഞ്ഞുപോയി. അവളുടെ കരച്ചിൽ കണ്ട് ഒളിഞ്ഞു നിൽക്കുന്ന 5 വരെ കരച്ചിൽ വന്നു. നന്ദുവിനെ സമാധാനിപ്പിക്കാനായി ത്രിമൂർത്തീസ് എന്തോ പറയുമെന്നതും പെട്ടെന്ന് തൂണിന് മറിവ് നിൽക്കുന്ന സാധനങ്ങളെ ഓർമ്മ വന്നതും വേഗം നിർത്തി കളഞ്ഞു. നീങ്ങ് വാ, വന്നേ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ കാശി അടുത്തേക്ക് വിളിച്ച് അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു. നിന്റെ സമ്മതമില്ലാതെ ഞങ്ങളൊന്നും ചെയ്യില്ല, പ്രോമിസ്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. റയാൻ പറഞ്ഞത് കേട്ട് നന്ദു എന്തെന്നർത്ഥത്തിൽ അവനെ നോക്കിയതും ദേവൻ അവളെ കൂട്ടി റൂമിൽ കയറി. പിറകെ തന്നെ തൂണിൻ്റെ സൈഡിലേക്കൊന്ന് നോക്കിയിട്ട് കാശിയും റയാനും അകത്തേക്ക് കയറി വാതിലടച്ചു. റൂമിലേക്ക് കയറിയതും ആദ്യം തന്നെ ദേവൻ്റെ ശ്രദ്ധയപ്പെട്ടത് ടേബിളിലിരിക്കുന്ന റേയുടെ ഡയറിയാണ്. ദേവൻ നോക്കുന്നത് കണ്ടാണ് നന്ദുവും ടേബിളിലേക്ക് നോക്കിയത്. ഇത് നിന്റെ കയ്യിൽ എങ്ങനെയാണ് വന്നേ? വേഗം ചെന്ന് അത് കയ്യിലെടുത്ത് ദേവൻ ചോദിക്കുന്നത് കേട്ടാണ് ബാക്കി 2 പേരും വന്നത്. ഇന്നലെ മുതൽ ഞങ്ങളിത് തപ്പി നടക്കുമായിരുന്നു. നീ ഇത് മുഴുവൻ വായിച്ചോ? ഇല്ല, കുറച്ചേ വായിച്ചുള്ളൂ. വായിക്ക്. ഞങ്ങൾക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിനക്കപ്പം മനസ്സിലാവും. ദേവൻ്റെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങി റയാൻ നന്ദുവിൻ്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞതും അവൾ വായിച്ചു നിർത്തിയ പേജ് തുറന്നു. ഷെടാ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അകത്തെന്താ നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് സ്വസ്ഥത കിട്ടാതെ നടക്കുവാണ് ഗേൾസ് ടീം. ഭാര്യമാരെ റൂമിൽ കയറ്റുമ്പോൾ ഭർത്താക്കന്മാർ ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂലേ? ഏതാണ്ട് അതുമാതിരിയാണ് ഇവിടെ. അക്കു ആണെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ ഡോറിൽ സ്റ്റിക്കറാണ്. നിന്നും നടന്നും കാല് കടഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങിരിപ്പായി. പിന്നീട് പരസ്പരം ചാരിക്കിടപ്പായി. എന്നിട്ടും ചോദ്യം വന്നില്ല, തീയും വന്നില്ല. അവസാനം അടുത്തിട്ടും എന്തോ എല്ലാം കൂടി താഴേക്ക് ലാൻഡായി. അവിടെ അതാ ചിന്താവിഷ്ടയായ അമ്മായിയമ്മ. എന്താപ്പം ആലോചിക്കണേ? ദേവുവിൻ്റെ കാര്യം ആലോചിച്ചതാ മോളെ. എത്ര പെട്ടെന്നല്ല എല്ലാം ഇവിടെ വരെ എത്തിയത്. എവിടെ വരെ എത്തിയത്? അമ്മയെങ്കിലും നന്ദുവിൻ്റെ അഭിപ്രായം ചോദിച്ചോ? അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. റിൻഷ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അങ്ങനൊരു ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. നന്ദു? ദേവു? ത്രിമൂർത്തീസിൻ്റെ കൂടെ നിൽക്കുന്ന നന്ദുവിനെ കണ്ട് ഗേൾസ് ടീം അറിയാതെ വിളിച്ചുപോയി. ഇവളിപ്പോൾ എന്താ പറഞ്ഞേ? സമ്മതമാണെന്നോ അല്ലെന്നാണോ? ഇന്നലെ തടിയിൽ എൻ്റെ ചെവിക്ക് വല്ല തകരാറും മറ്റോ ആണോ എന്നറിയാനാ. സമ്മതമാണെന്നാ പറഞ്ഞേ. എഗെയിൻ നന്ദു. അടിപൊളി, ബാ പോകാം. നീ എന്തിനാ സമ്മതം പറഞ്ഞതെന്ന് വല്ലതും അറിയാവോ? നിന്റെ അറിഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി പറഞ്ഞത്. റിൻഷയോട് അതും പറഞ്ഞ് നന്ദു നന്ദിനിയുടെ നേരെ തിരിഞ്ഞു. അമ്മ, ഞാൻ ഏട്ടന്മാരെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകുക. അതും പറഞ്ഞ് അവർ 4 പോയി. നന്ദിനി ഉൾപ്പെടെ എല്ലാവരും എന്താ സംഭവം എന്നറിയാതെ നിൽക്കുക. കണ്ട ത്രിമൂർത്തീസിൻ്റെ കൈകലിൻ്റെ ഗുണം. കഴുകോ? എന്ത്? തലച്ചോറ്. 3 കൂടി ഇത്ര നേരം അവളുടെ തലച്ചോറ് കഴുകുകയാണ്. യു മീൻ ബ്രെയിൻ വാഷ്? യെസ് ദാറ്റ് വാഷ്. ശ്രുതി പ്ലീസ്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കോഫി ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി ദേവൻ ചോദിച്ചതും നന്ദു ഉണ്ടെന്ന് തലയെട്ടി. പോയി വാ, ഞങ്ങളിവിടെ ഉണ്ടാവും. ശരി.
ടേബിളിന് ഇരുവശമായി എന്ത് പറയണം എങ്ങനെ തുടങ്ങണമെന്നറിയാതെ ഇരിക്കുകയാണ് നന്ദുവും ശ്രീയും. എന്താന്ന് പറയാതെ പോയി കളഞ്ഞേ? കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ഒരു തുടക്കം എന്നോണം നന്ദു ചോദിച്ചു. അത് അന്നൊരു എമർജൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. അവളെ നോക്കാതെ ശ്രീ മറുപടി പറഞ്ഞു. എൻ്റെ എൻഗേജ്മെൻറ്റ് നടത്താൻ പോകുക ഈ സാറ്റർഡേ. അറിഞ്ഞു. ശ്രീയുടെ മറുപടി കേട്ടതും നന്ദു മുഖമുയർത്തി അവനൊന്ന് നോക്കി. ഹാവ് എ ഹാപ്പി എൻഗേജ്മെൻറ്റ്. ഇതുവരെ ഉള്ളതൊക്കെ മറന്നേക്ക്. ഇനി മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങുമല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഫൈൻ. ഇതുവരെ ഉള്ളതെല്ലാം മറന്നു കളഞ്ഞേക്കാം. FB ഇൻസ്റ്റയിലൊക്കെ ഞാൻ അൺഫോളോ ചെയ്യുക. അതുപോലെ ഞാൻ അയച്ച മെസ്സേജൊക്കെ ക്ലിയർ ചെയ്തേക്ക്. റാം എന്ന ചാപ്റ്റർ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുക. ആരെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോട്ടെ ശ്രീയേട്ടാ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്? ശ്രീ ഞെട്ടി നോക്കുന്നത് കണ്ട് അവൾ അവസാന വരെയും കൂട്ടിച്ചേർത്തു. സോറി ഫോർ എവറിത്തിങ്. ഐ ഡിഡ് ആൻഡ് താങ്ക് യു ഫോർ ദോസ് ഡേയ്സ്. ഞാൻ ഇറങ്ങുക. അതും പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. നന്ദു പറഞ്ഞ ഓരോ വാക്കും വീണ്ടും വീണ്ടും അവൻ്റെ കാതുകളിൽ അലയടിക്കാൻ തുടങ്ങി. ഗോഡായിട്ട് തന്നെ നിനക്ക് ഒത്തിരി ചാൻസ് തന്നു കഴിഞ്ഞു ശ്രീ. ഇനിയെങ്കിലും നീ ഇത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. എന്ത് വേണമെന്ന് ഇപ്പം ഈ നിമിഷം തീരുമാനിക്കണം. സ്വന്തം മനഃശാസ്ത്രി തന്നെ അവന് അങ്ങനെ ഒരു താക്കീത് കൊടുത്തതും ശ്രീ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നു. ഐ വോണ്ട് മിസ് യു അഗെയിൻ നന്ദ. ടേബിളൊന്ന് ശക്തമായി ഇടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.